നമുക്കിത് കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയമുണ്ടായി, അതിനെ തുടർന്ന് ഇതിപ്പോൾ അധ്യാപകർ തന്നെ ഒരു ജാതീയമായ അധിക്ഷേപം നടത്തുകയും ഏറ്റവും മോശമായ വാക്ക് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ആ അപമാന ഭാരത്താലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും വീട് പോലും സ്വന്തമായിട്ടില്ലാതെ എല്ലാം കുടുംബത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഒരു മകനെ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ ആ മകൻ്റെ ശവശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കുടുംബത്തിൻ്റെ ഗതികേടെന്താ? നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ കാര്യം വളരെ ഗൗരവതരമായി നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അതുകൊണ്ടാണ് UDFൻ്റെ മാനിഫെസ്റ്റോയിൽ ഈ ജാതീയമായ അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും നടത്തി കുട്ടികളെ വല്ലാതെ ആക്കുന്നതിനെതിരായിട്ടുള്ളൊരു നിയമം. അത് നമുക്കറിയാമല്ലോ, ഹൈദരാബാദിലെ സെൻട്രൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ മരണമടഞ്ഞ രോഹിത് വെമുലയുടെ നാമധേയത്തിൽ ഒരു ആക്ട് കൊണ്ടുവരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മാനിഫെസ്റ്റോ റിലീസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. കാരണം വിദ്യാഭ്യാസ രംഗത്തെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ വിഷയം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു. വിപുലമായ ചർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നടത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ പല സ്ഥലത്തും ജാതീയമായ അധിക്ഷേപം നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ ഈ ഗ്രാൻഡ് കിട്ടാതെ പോകുമ്പോൾ മറ്റുള്ള ആളുകൾ അവരെ കളിയാക്കുകയാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കുകയാണ്, നിങ്ങൾ വല്ലാതെ പഠിക്കുകയാണ്. ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് ഔദാര്യമൊന്നുമല്ല, അവരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന് കൈപിടിച്ചുയർത്താൻ വേണ്ടി ഭരണഘടനാപരമായി നൽകുന്ന ഒരു അവകാശമാണ്. ആ അവകാശത്തെ ഈ ഗ്രാൻഡ് കിട്ടാൻ വൈകിയ വെറുതെയാണ് പഠിക്കുന്നത്. അങ്ങനെ എത്രയോ കുട്ടികൾ നമ്മളോട് തന്നെ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ജാതീയമായ രീതിയിലും അല്ലെങ്കിൽ കുട്ടികളെ മറ്റു കാര്യങ്ങൾ പറഞ്ഞും കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞും അധിക്ഷേപിക്കുന്നതിനെതിരായിട്ട് സത്യത്തിൽ കേരളത്തിലൊരു നിയമത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസിലെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. ഈ കാര്യത്തിലൊന്നും അങ്ങനെ എടുക്കരുത്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഇത്തരം ആളുകൾക്ക് അധ്യാപകരായി തുടരാൻ എന്ത് അവകാശമാണുള്ളത്? അവരാണോ അധ്യാപകർ? അധ്യാപകർ ജീവിതത്തിലെ കുട്ടികൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ്. അവരാണ് വഴികാട്ടികളാവേണ്ട ആളുകൾ. അവരാണ് ഈ മോശം പരാമർശം നടത്തി. എന്താണ് ഇവരുടെയൊക്കെ പശ്ചാത്തലം? ഇവരൊക്കെ എങ്ങനെയാണ് അധ്യാപകരായത്? നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ്. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ അതിൻ്റെ മനസ്സ് എന്തോരം നൊന്ത് കാണും, എന്തുമാത്രം വേദനിച്ച് കാണും, എന്തുമാത്രം കരഞ്ഞു കാണും, എത്രമാത്രം ദിവസങ്ങൾ ഉറങ്ങാതെ കിടന്ന് കാണും. ഇത് ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ, പല ദിവസങ്ങളായി നടക്കുന്നു എന്ന് കുടുംബത്തിൽ പരാതി പറഞ്ഞ കുട്ടിയാണ്. അപ്പം അത് ഗൗരവത്തോടു കൂടി അന്വേഷിച്ച് അവരെ എല്ലാവരെയും അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇതിൽ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കർശനമായ നടപടി, ഒരു മുഖം നോക്കാതെ ആരാണെങ്കിലും നടപടി സ്വീകരിക്കണം. സിദ്ധാർത്ഥൻ്റെ കേസിൽ അങ്ങനെയല്ല ഉണ്ടായത്. സിദ്ധാർത്ഥൻ്റെ കേസിൽ ഇത്രയും ദാരുണമായ ഒരു കേസുണ്ടായ അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. 150 പേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് സിദ്ധാർത്ഥന് ആ അവമാനം ഉണ്ടായത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞ്, ആ കുട്ടിയുടെ വസ്ത്രം ഉരിഞ്ഞ് അപമാനിച്ചത്. ആ കുടുംബം ഇപ്പോഴും വിഷമിക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ അമ്മയും ഉണ്ട് ഇവിടെ. ഈ കുട്ടിയുടെ വീട്ടിൽ, നിതിൻ്റെ വീട്ടിൽ അമ്മയും എത്തിയിട്ടുണ്ട്. ഇതൊന്നും ഒരു സ്ഥലത്ത് പോലും ഇത്തരം സംഭവം ഇനി ആവർത്തിക്കരുത് എന്ന് ഉറപ്പുവരുത്തണം. സിദ്ധാർത്ഥൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞതാണ്, ഇനി ഒരു സ്ഥലത്ത് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നത്, പക്ഷെ വേറൊരു കുട്ടിക്ക് കൂടി വേറൊരു തരത്തിലുണ്ടായിരിക്കുന്നത്. അതിൻ്റെ വേറൊരു രീതിയാണ് ഈ കുട്ടിക്ക് ഉണ്ടായത്. അത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ജാതീയമായ വാക്കു പറഞ്ഞ് ഇത്രയും മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തലകുനിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഗവൺമെൻറ് അക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യണം.